എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ സോറയുടെ പവർ അതുകൊണ്ട് അവിടെയുള്ള എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് സോറോടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ സോറോ മിഹാക്കിന്റെ അടുത്ത് ട്രെയിനിങ് എടുക്കുകയാണ്. മിഹോക്ക് പറയും, ആദ്യം നീ ചേഞ്ച് ചെയ്യേണ്ടത് നിന്റെ സ്ക്വാഡുകളാണ്. നീ സ്ക്വാഡ് ഉപയോഗിക്കുന്ന സ്റ്റൈലും സ്ക്വാഡ്സും അത് രണ്ടും വളരെ വീക്കാണ്. നീ നല്ല രീതിയിൽ നല്ല സ്ക്വാഡും അതുപോലെ തന്നെ ഓർണമെന്റ് ഹോക്കി പവർ അത് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് സ്ക്വാഡിന് മേലെ ഉപയോഗിക്കുകയാണെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും നമ്പർ 1 സ്പോർട്സ്മാൻ ആവാൻ പറ്റും. സോറോ ആണെങ്കിൽ അവന്റെ ഓർണമെന്റ് ഹോക്കി പവർ അതുപയോഗിച്ച് ആൽക്കഹോൾ ഒന്നും ഉപയോഗിക്കാതെ ഏതെങ്കിലും പ്രാക്ടീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് അവൻ ഇത്രയും പവർഫുള്ളായി. കട്ട് ചെയ്ത സോറോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡിലേക്ക് നോക്കും. സ്ക്വാഡിൽ ചെറിയൊരു സ്ക്രാച്ച് പോലും ഇല്ല. അവനിപ്പോ ഹാപ്പി ആയിട്ട് ചുമരിൽ അങ്ങനെ പിടിച്ച് മുകളിലേക്ക് കയറുകയാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളാണെങ്കിൽ കിങ് ഇടിച്ചു തകർത്ത പിക്കയുടെ ബോഡി പാർട്സ് അതെല്ലാം തന്നെ ദൂരത്തേക്ക് തട്ടി മാറ്റി അവിടെയുള്ള ജനങ്ങളെ സേഫ് ആക്കും. ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളുടെ ഗ്രാവിറ്റി പവർ അതുപയോഗിച്ചാണ് ആ വലിയ പീസുകളെ എല്ലാം തന്നെ ആകാശത്തേക്ക് ഹോൾഡ് ചെയ്ത് നിർത്തുക. അതിനുശേഷം ജനങ്ങൾ എല്ലാവരും അവിടുന്ന് മാറിയതിന് ഉറപ്പായതിനു ശേഷം റിലീസ് ചെയ്ത് അത് താഴേക്കിടും. അതിനുശേഷം സാധാരണക്കാരായ ജനങ്ങളെ എല്ലാവരെയും നമ്മുടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളാണെങ്കിൽ ഒരു ഇവാക്യുവേഷൻ സെന്റർ നേവി സോൾജേഴ്സിന്റെ സഹായത്താൽ സെറ്റപ്പ് ആക്കി അവിടേക്ക് സേഫ് ആക്കി മാറ്റി. ജനങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. ഇത്രയും ജയന്റ് ആയിട്ടുള്ള പിക്കയെ അവനെ സോറോയ്ക്ക് തകർക്കാൻ കഴിഞ്ഞുവെന്ന് അവർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അവരെല്ലാവരും ഈ തകർന്നു നിൽക്കുന്ന പിക്കയുടെ ആ ഒരു വലിയ ശിലയിലേക്ക് തന്നെ നോക്കി നിൽക്കും. സായിക്കാണെങ്കിൽ ഇപ്പൊ നടന്നത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഇത്രയും പവറുള്ള ഒരു ധീരൻ അവൻ എന്തുകൊണ്ട് ആ ഒരു മത്സരത്തിൽ പങ്കെടുത്തില്ല? പാലസിലുള്ള മത്സരത്തിൽ പങ്കെടുക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവൻ തന്നെ ജയിച്ചേനെ. സ്ട്രോ ഹാറ്റ് ലൂഫിയുടെ ടീമിലുള്ള എല്ലാവരും ഭയങ്കര പവർഫുൾ ആണ്. അത് കേൾക്കുമ്പോൾ കിങ്ങിനാണെങ്കിൽ കുറച്ച് അസൂയൊക്കെ തോന്നും. ഞാൻ നല്ല രീതിയിൽ പഞ്ച് ചെയ്തുകൊണ്ടാണ് ആ പിക്കയെ തോൽപ്പിക്കാൻ പറ്റിയത്. പച്ചത്തലേനാണെങ്കിൽ സോറോയുടെ പവറും ആ പിക്ക തകർന്നൊക്കെ കണ്ട് പൊട്ടിക്കരയും. ഇത്രയും പവർ അതെനിക്ക് ലൈവായിട്ട് കാണാൻ കഴിഞ്ഞു. ഞാൻ കൃതജ്ഞനായെന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടും. അപ്പൊ കറക്റ്റ് സമയത്ത് ആ സ്മൈൽ ഫാക്ടറി അതങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. വലിയ ശബ്ദത്തോടു കൂടെ തീയും പുകയൊക്കെ അങ്ങനെ പുറത്തേക്ക് വരും. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇപ്പൊ ഫാക്ടറിയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഒരു ടാങ്ക് അതങ്ങനെ പതിയെ ഇളകി ചലിച്ച് മുൻപോട്ടേക്ക് വരുന്നതായിട്ട് നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും തോന്നും. ചേടാ ഇതെന്തൊരു അത്ഭുതം എന്ന് പറഞ്ഞ് എല്ലാവരും സൂം ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അതാ ലിറ്റിൽ പീപ്പിൾസ് അവരാണ് ആ ടാങ്ക് അത് മൂടോടുകൂടെ പറിച്ചെടുത്ത് ഇപ്പൊ തലച്ചുമടായിട്ട് നീക്കി കൊണ്ടുവരുന്നത്. ലിറ്റിൽ പീപ്പിൾ ആണെങ്കിൽ വിളിച്ചു പറയും, നമ്മളെ ഇത്രയും കാലവും ചതിച്ച് ഫാക്ടറിയിൽ വർക്ക് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇനി ഒരു കാരണവശാലും ഈ ഫാക്ടറി ഈ ഐലാൻഡിൽ നിലനിൽക്കാനായിട്ട് പാടില്ല. നമ്മളോട് ചെയ്ത ക്രൂരതകൾക്കെല്ലാം പകരമായിട്ട് ഇത് കത്തി എരിയിക്കണം എന്ന് പറഞ്ഞ് അവർ വീണ്ടും ഫാക്ടറിയുടെ എല്ലാ ഭാഗവും തീ വെച്ച് നശിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലെ ട്രബോള് അവനാണെങ്കിൽ ആ കാഴ്ച കണ്ട് അങ്ങനെ ഷോക്ക് ആവുകയാണ്. അവരുടെ മുൻപിൽ അവർ ഇത്രയും കാലവും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു കമ്പനി അത് പൂർണ്ണമായിട്ടും തകർന്നു പോയി. അതിനുശേഷം ഞൊട്ടിയിടയിൽ അവൻ പൊട്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. ഹെയിൽ ഡബിൾ ഫ്രൂട്ടിന്റെ പവറുള്ള മങ്ഷേരി പ്രിൻസസ് അവൾ ഞങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല. ഇതെല്ലാം നിങ്ങളെ കൊണ്ട് തന്നെ പഴയതുപോലെ ആക്കി മാറ്റുമെന്ന് പറഞ്ഞ് റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അവനറിയില്ല പ്രിൻസസിനെ നമ്മുടെ ആൾക്കാർ രക്ഷപ്പെടുത്തിയ കാര്യം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ലിയോയെ കാണിക്കും. അവനാണെങ്കിൽ പ്രിൻസസുമായിട്ട് സേഫായി റോബിനും റബേക്കയും കൈറോസും ഒക്കെ ഉള്ള ആ ഫ്ലവർ ഫീൽഡിലേക്ക് വരികയാണ്. ലിയോയ്ക്കാണെങ്കിൽ കൈറോസിനെ കണ്ട് ഭയങ്കര അത്ഭുതം. ഓ മൈ ഗോഡ്, നിങ്ങളല്ലേ സാക്ഷാൽ നമ്പർ 1 ഗ്ലാഡിയേറ്റർ കൈറോസ്? ഞങ്ങളെ ഒരുപാട് കാലം പ്രൊട്ടക്ട് ചെയ്ത ആ പ്രതിമയിലുള്ള അതേ മനുഷ്യൻ അത് നിങ്ങൾ തന്നെയല്ലേ? കൈറോസ് ആണെങ്കിൽ ലിയോയെ നോക്കി പുഞ്ചരിച്ച് അതെ, ആ കൈറോസ് ഞാൻ തന്നെയാണെന്ന് പറയും. പ്രിൻസസ് ആണെങ്കിൽ കൈറോസിന്റെ ബോഡിയിലുള്ള പരിക്കുകളൊക്കെ കണ്ട് ഷോക്കാവും. അയ്യോ എന്തു പറ്റി? ആയോ ഞാൻ എത്രയും വേഗം അത് ഹീൽ ചെയ്ത് തരാന്ന് പറയും. അതിന് കൈറോസ് പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്റെ സഹായം അത് ജീവന് വേണ്ടി പോരാടുന്ന ഒരുപാട് ജനങ്ങൾക്ക് ആവശ്യമാണ്. അവരെ നീ എത്രയും വേഗം ഹീൽ ചെയ്യുക. പ്രിൻസസ് ആണെങ്കിൽ അതിന് ഓക്കെ പറഞ്ഞ് ഇപ്പൊ ഡെസ്റോസ് ഐലാൻഡിലേക്ക് ഓടിയെത്തും. അവൾ കാണും ഐലാൻഡ് മുഴുവൻ തകർന്ന് തരിപ്പുണായി കിടക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫൈറ്റ് എത്തിയിരിക്കുകയാണ്. ഈ അവശേഷിക്കുന്ന ട്രബോളിനെയും ഡോഫ്ലമിംഗോയും അവർ രണ്ടുപേരെയും കൂടെ തകർക്കാൻ കഴിഞ്ഞ ഡെസ്റോസ ഐലാൻഡ് അത് ഈസി ആയിട്ട് റിങ്കു കിങ്ങിന് തിരികെ പിടിക്കാൻ പറ്റും. ലിയോ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ചൂണ്ടിക്കാണിക്കും. ആ പൈററ്റ്സ് ടീമും ട്രഫാർഗർ ലോയും സത്യത്തിൽ അവരുള്ളതുകൊണ്ടാണ് നമുക്കിപ്പോ ഇത്രയെങ്കിലും
കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അവരില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നശിച്ചു പോയേനെ. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ കഹോളെ കാണിക്കും. അവളാണെങ്കിൽ ആ പാലസിന്റെ ഉള്ളിൽ കയറി അവൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് അറിയാനായിട്ട് അവിടെ മുഴുവൻ പരിശോധിക്കുകയാണ്. അപ്പോൾ ആണെങ്കിൽ അവൾ സഹായത്തിന് സാബോയെ കോണ്ടാക്ട് ചെയ്യും. പക്ഷെ സാബോ ആണെങ്കിൽ ഐ എം സോറി, എന്നെ കൊണ്ടിപ്പോ അവിടേക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ പാലസിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന പ്രിസണേഴ്സിനെ മുഴുവൻ അവൻ മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ സോറയെ കാണിക്കും. അവനാണെങ്കിൽ കഷ്ടപ്പെട്ട് ആ ചുമരിൽ പിടിച്ച് ഉസോപ്പും കിങ്ങും ഒക്കെയുള്ള ബ്ലോക്കിലേക്ക് കയറി വരികയാണ്. ഉസോപ്പിനാണെങ്കിൽ ഒട്ടും വയ്യ. പക്ഷെ എങ്കിലും അവൻ കൈ നീട്ടി സോറോ എന്റെ കയ്യിൽ പിടിച്ച് കയറാനായിട്ട് പറയും. നമ്മുടെ ചെക്കന്റെ മനസ്സ് അത് വളരെ നല്ല മനസ്സാണ്. പക്ഷെ സോറോ ആണെങ്കിൽ അത് സിമ്പിളായിട്ട് നിരസിച്ച് മുകളിലേക്ക് കയറി നിൽക്കും. അവനെ കാണേണ്ട താമസം ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും കൈയൊക്കെ അടിച്ച് അവന്റെ പേരൊക്കെ വിളിച്ചു പറയുകയാണ്. ഉസോപ്പിന് അവന്റെ സന്തോഷവും സങ്കടവും കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അവനങ്ങനെ പൊട്ടിക്കരഞ്ഞ് സോറോട് പറയും, താങ്ക് യു വെരി മച്ച്. നീ കറക്റ്റ് സമയത്ത് അവനെ തല്ലിക്കൊന്നില്ലായിരുന്നെങ്കിൽ അവൻ ഈ സമയം കൊണ്ട് എന്നെ തല്ലിക്കൊന്നേനെ. അത് കേട്ട് ബാക്കിയുള്ളവർ വീണ്ടും ഇപ്പൊ സോറോയുടെ പേര് വിളിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. സോറയ്ക്കാണെങ്കിൽ ടെൻഷൻ ആവും. യു ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങളിത് കാണുന്നില്ലേ? നമ്മളിപ്പോഴും ഈ കേജ് ട്രാപ്പിൽ തന്നെയാണ്. ഇവിടെ നിന്നുകൂടെ നമ്മൾ രക്ഷപ്പെട്ടാൽ മാത്രമേ പൂർണ്ണമായും നമ്മൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാനായിട്ട് കഴിയൂ. ഈ കേജ് ക്രിയേറ്റ് ചെയ്തവനാണ് ഈ വില്ലന്മാരുടെ എല്ലാവരുടെയും നേതാവും ഈ ഡെസ്റോസ ഐലാൻഡിനെ ഇപ്പൊ ഭരിക്കുന്നവനും. അവനെ തകർത്താൽ മാത്രമേ നമുക്ക് വിജയിച്ചു എന്ന് ഉറപ്പ് പറയാൻ കഴിയൂ. ഈ കേജ് അതിപ്പോഴും ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കണമെങ്കിൽ ആ ഡോഫ്ലമിംഗോയ്ക്ക് അവന് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല എന്നാണ് അർത്ഥം. ഉടനെ അത്രയും നേരം ഹാപ്പി ആയിരുന്ന എല്ലാവരുടെയും മുഖത്ത് വലിയൊരു വിഷാദം അതങ്ങനെ കടന്നുകൂടുകയാണ്. ഇവിടെ നമ്മുടെ വയലറ്റ് അവൾക്കിനി ലൂഫിയുടെ ഫൈറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ലൂഫിയെ കാണിക്കും. ലൂഫി ആണെങ്കിൽ ഇപ്പോഴും ബെലമിയുടെ ഇടി അതൊന്നുപോലെ ഒഴിവാക്കാതെ എല്ലാം വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അവനെ കൊണ്ട് പറ്റും പോലെ അവൻ ബെലമിയെ തടഞ്ഞ് അവനെ ഉപദേശിച്ച് നന്നാക്കാനായിട്ട് നോക്കും. പക്ഷെ ബെലമിയാണെങ്കിൽ തീർത്ത് പറയും, നീ എന്റെ ശത്രുവാണ്, എനിക്ക് നിന്നെ അങ്ങനെ കണ്ടേ പറ്റൂ. കാരണം എന്റെ ബോസ് ഡോഫ്ലമിംഗോ അവന് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ നിന്നെ കൊല്ലും. ഞാൻ മരിക്കുന്ന സമയമെങ്കിലും നിന്നെ കൊന്നതിനെ ഓർത്ത് ഡോഫ്ലമിംഗോ അദ്ദേഹം എന്നെ ഓർത്ത് നല്ലത് പറയണം. അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഫുൾ ശക്തിയിൽ ലൂഫി ആഞ്ഞെട്ടിക്കും. ലൂഫി ആണെങ്കിൽ വീണ്ടും ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. അവൻ ആദ്യമായിട്ട് ബെലമിയെ കണ്ടതും സ്കൈ ഐലാൻഡിലേക്ക് പോയതും അതിനുശേഷം ബസ്സിൽ വെച്ച് ഫൈറ്റ് ചെയ്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും. ബെലമിക്കാണെങ്കിൽ ഇപ്പോഴും ഒരു ചേഞ്ചും ഇല്ല. ഇവിടെ ബെലമി ആണെങ്കിൽ മനസ്സിൽ ലൂഫിയോട് താങ്ക്സ് പറയും. അതിനുശേഷം ഇപ്പൊ ലൂഫിയെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടും യാതൊരു കാര്യവുമില്ല. ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും ഡോഫ്ലമിംഗോയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. ഞാൻ ചെയ്യുന്നത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സോ നീ ഒരു ഫ്യൂച്ചർ പൈററ്റ് കിങ് ആണെങ്കിൽ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ് അവനങ്ങനെ സ്പ്രിംഗ് പവർ ഉപയോഗിച്ച് ലൂഫി അവസാനമായിട്ട് അറ്റാക്ക് ചെയ്യാൻ എടുത്ത് ചാടി വരികയാണ്. ലൂഫിയുടെ കൺട്രോൾ പോവും. അവനും ഓർണമെന്റ് ഓക്കി പവർ അതൊക്കെ റെഡിയാക്കി വേറെ വഴിയില്ലാതെ ബെലമിയെ അവൻ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. ബെലമി ക്ലോസ് എത്തേണ്ട താമസം ലൂഫി ഒറ്റ ഇടി കൊടുക്കും. ആ ഒരു ഇടിയിൽ ബെലമിയുടെ കാര്യത്തിൽ തീരുമാനമാവും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നും. കാരണം ബെലമിയുടെ അവസ്ഥ അതവൻ ക്ഷണിച്ചു വരുത്തിയതാണ്. തെറ്റായ ഒരാളെ റോഡ് മോഡലാക്കി മാറ്റി അവൻ്റെ ലൈഫ് അത് സ്പോയിൽ ചെയ്തു. ലൂഫി ആണെങ്കിൽ ബെലമിയെ നോക്കും. അവൻ അനക്കമില്ല. അത് കണ്ട് കലി കയറിയ ലൂഫി അവൻ ഡോഫ്ലമിംഗോയുടെ പേര് വിളിച്ച് അങ്ങനെ നിലവിളിക്കുകയാണ്. ഇവിടെ ഡോഫ്ലമിംഗോ ലൂഫിയുടെ നിലവിളി കേട്ട് ബിളായിട്ട് ടേൺ ചെയ്യും. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഫൈറ്റിന് അതിന് സമയമായെന്ന് ഡോഫ്ലമിംഗോയ്ക്ക് അവന് മനസ്സിലാവും. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് നമ്മുടെ ലോയെ കാണിക്കുകയാണ്. ലോയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒരു അനക്കവും ഇല്ല. അവൻ ചോരയിൽ അങ്ങനെ കുളിച്ച് കിടക്കുന്നത് ട്രബോളും ഡോഫ്ലമിംഗോയും അവർ രണ്ടുപേരും ക്യാഷ്വലായി നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.